ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൊമ്മി ചോട്ട. അപ്പൊ നിങ്ങളിപ്പോ കാണുന്നത് എന്റെ കോട്ടക്കലുള്ള എന്റെ ഹോസ്റ്റലിലുള്ള എന്റെ കൂട്ടുകാരെയാണ് കേട്ടോ. അപ്പൊ അവരുമായിട്ട് ഒരു നൈറ്റ് ഔട്ടിന് പോയതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ നേരെ വിട്ടത് നെസ്റ്റോയ്ക്കാണ്. അപ്പൊ ഒരു പത്തില്ലല്ലോ 5-6 പേര് ചേർന്ന് ഒരു ഓട്ടോ പിടിച്ച് പോയതിന്റെ കഥയാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെ പോയാലും ഞങ്ങൾ 3-4-5 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നേരെ നെസ്റ്റോയിൽ പോയി. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് നെസ്റ്റോ ആയതുകൊണ്ട് തന്നെ നെസ്റ്റോയിൽ കയറി. അപ്പൊ ഇവളുമാരൊക്കെ എന്തൊക്കെയോ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ നേരെ താഴെ ഗ്രോസറി സെക്ഷനിൽ കയറിയിട്ട് അവിടെ ചെന്നിട്ടുള്ള പരാക്രമങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് മൊത്തം. കണ്ട കണ്ണാടിയൊക്കെ എടുത്തു വെച്ച് നോക്കി അതൊക്കെ അത്രയും വൈബ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരാളതിന് തൊട്ട് മേളിലത്തെ ബർത്തിൽ കിടക്കുന്ന ആളും അതിന് തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന കട്ടിലുള്ള ആളുമാണ് കേട്ടോ ഈ നിൽക്കുന്നവരെല്ലാവരും. അപ്പൊ ഇവരെല്ലാവരും നമ്മുടെ റൂമിലുള്ളതാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഹോസ്റ്റലേഴ്സുമായിട്ട് കമ്പനി ആവാറില്ല, പക്ഷേ കമ്പനി ആയി കഴിഞ്ഞാൽ അടിപൊളി വൈബുമാണ്. നമ്മളെല്ലാവരും പുറത്ത് പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ചെന്നപ്പോഴാണ് ഈ ചെരുപ്പൊക്കെ കണ്ടത് കേട്ടോ. ഇത് ഏകദേശം ഒരു 200 രൂപ റേഞ്ചേ ആയിട്ടുള്ളൂ കേട്ടോ. ആ ചെരുപ്പിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാലിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പലർക്കും പേയ്മെന്റ് കിട്ടാത്തത് കൊണ്ട്, അതായത് ഞങ്ങളുടെ ഒന്നും സാലറി വരാത്തത് കൊണ്ട് നമ്മൾ വാങ്ങില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങളൊരു സ്റ്റൈലിംഗ് സെക്ഷനൊക്കെ പോയി നോക്കി. അപ്പൊ ഓരോരുത്തർ ഇഷ്ടമുള്ള തുണിയൊക്കെ എടുത്തിട്ട് അവസാനം ആരാ ബെറ്റർലി സ്റ്റൈൽ ചെയ്യുന്നത് നോക്കിയതാ. അപ്പൊ ഞാൻ ഇവളുടെ കൂടെ പോയതാണ് കേട്ടോ. ഇവളെയാ ഞാൻ സ്റ്റൈൽ ചെയ്യുന്ന വെച്ചത്. വേറൊരാള് സ്വന്തമായിട്ട് സ്റ്റൈൽ ചെയ്തോളാന്ന് പറഞ്ഞു പോയേട്ടോ. ഇവളും ഞാനും മാത്രം ഉടുപ്പൊന്നും ഇട്ട് നോക്കിയില്ല. ബാക്കി രണ്ടാളുകളും ഉടുപ്പ് ഇട്ട് നോക്കി. പിന്നെ ഒരാളെ ഞങ്ങൾ കണ്ടതേ ഇല്ല കേട്ടോ. പുള്ളിക്കാരി വേറെ ഏതോ വഴി കൂടെ ഒക്കെ പോയിരുന്നു. അങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് എടുത്ത തുണിയെല്ലാം ശരിയാവാത്തത് കൊണ്ട് അതുപോലെ തിരിച്ചു വെച്ചു. പിന്നെ ഇവക്ക് ഞാൻ എടുത്തത് അങ്ങോട്ട് ശരിയായില്ല ഗൈസ്. എല്ലാ അവസാനം ഒന്നും ഒരു വർക്കത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് താത്തു വെച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റൈലിംഗ് പരിപാടി അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീനിന്റെ സൈഡിൽ പോയി കേട്ടോ. ഇതൊരു നല്ല ഓഫറുള്ള സൈഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻ. ഞാൻ മാക്സിമം യൂട്ടിലൈസ് അല്ല യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ മിനിമലിസ്റ്റിനെയാണ്. പിന്നെ ഐസ്ക്രീം സെക്ഷനിലൊക്കെ വന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം കാണാതിരുന്ന ആൾ വരുന്നു. അവളെന്തോ സ്നാക്സ് ഒക്കെ വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പൊ അവളതൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ബില്ല് ചെയ്യാൻ പോയി. ബില്ല് ചെയ്തു. പിന്നെ ഞാനൊരു ലിഫ്റ്റിലങ്ങ് വലിഞ്ഞ് കയറി ഗൈസ്. അപ്പൊ അവരും മറ്റേ ലിഫ്റ്റിലാണ് കയറിയത്. പക്ഷെ അവർ മേളിൽ പോയി താഴെ വന്നിട്ടും ഞാൻ നേരത്തെ എത്തി, അവർ താമസിച്ചു എത്തിയത്. അതൊന്ന് മാറിപ്പോയതാണ് കേട്ടോ അവർക്ക്, എനിക്കല്ല. ഞാൻ നേരത്തെ എത്തി കേട്ടോ. പിന്നെ നേരെ കൗസർ കുഴിമന്തി കയറി. ഞാൻ കഴിച്ചില്ല കേട്ടോ കുഴിമന്തി. ഞാൻ റൈസ് ഐറ്റംസ് കുറച്ച് ലിമിറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് കഴിച്ചില്ല. അവർ നല്ല വിശാലമായി കൗസറിൽ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി മന്തിയാണ് അവിടുത്തെ കേട്ടോ. കൗസറിലെ കുഴിമന്തി അടിപൊളിയാണ്. ഒരാൾ പൂക്കളമൊക്കെ ഇട്ട് വെച്ചു, മയോണൈസും സോസും ഒക്കെ വെച്ചിട്ട്. അപ്പൊ അവർ ആസ്വദിച്ച് കഴിച്ചു. ഞാനൊരു അടുത്തുള്ള കടയിൽ നിന്ന് ഒരു ഇളനീരാണ് വാങ്ങി കുടിച്ചത്. ഞാൻ കഴിച്ചില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ DM ചെയ്ത് നോക്കാം കേട്ടോ, കഴിച്ചോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അവരൊക്കെ സെറ്റ് ആയിട്ട് കഴിച്ചു. പിന്നെ ഞാൻ നേരെ ഇവരെയും കൊണ്ട് പോയത് കോഫി ക്രീമിലാണ്. തൊട്ടടുത്ത് തന്നെയാണ്, കോട്ടക്കൽ ജംഗ്ഷൻ അടുത്തുള്ളതാണ് കോഫി ക്രീം. അടിപൊളി ബേക്കറിയാണ് കേട്ടോ. നിങ്ങൾ ആരും കോട്ടക്കലിലൂടെ പോവാണെങ്കിൽ മിസ്സാക്കരുത് കോഫി ക്രീം. ഇവിടെ ഒരു സബൂറ ബണ്ണുണ്ട് കേട്ടോ. 140 റുപ്പീസ് അടുപ്പിച്ചാണെന്ന് തോന്നുന്നു അതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ ഒരു മഹിമ. അപ്പം ഞാൻ പറഞ്ഞു എന്റെ കൂടെ ഒന്നും വരുവാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ വാങ്ങി തരാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്, എന്നും വിളിച്ചോ ഞാൻ വരാം എന്നൊക്കെ. അങ്ങനെ സബൂറ ബൺ വന്നു കേട്ടോ. സബൂറ ബൺ എന്നാണ് തോന്നുന്നത് അതിന്റെ പേര്. ഈ സാധനം ഹോട്ടായിട്ട് നന്നായിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് നമുക്ക് കൊണ്ടുതരുന്നത്. ഒരുമാതിരി കിട്ടില്ല ടേസ്റ്റാണ് കഴിച്ചത്. ഞാനിത് നേരത്തെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അന്ന് കഴിച്ചില്ല. ഷുഗർ കട്ടായത് കൊണ്ട് കഴിക്കാത്തതാണ് കേട്ടോ. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എനിക്കിങ്ങനെ വാങ്ങിക്കൊടുത്ത് ഞാൻ മേടിച്ചു കൊടുക്കുന്ന സാധനം, അഭിപ്രായം പറഞ്ഞ് മേടിച്ചു കൊടുക്കുന്ന സാധനം അടിപൊളിയാണെന്ന് അവർ കഴിച്ചിട്ട് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തിയാണ് കഴിച്ചത്. അപ്പം ഞാനിതാ അത് വാങ്ങി. അത് അവർ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊരു കണ്ടൻസ്ഡ് മിൽക്കിന്റെ ടേസ്റ്റ് ഒന്നും അല്ല, വേറെ എന്തോ ഒരു ഫ്ലേവറാണ്. നല്ല ടേസ്റ്റാണ്. പക്ഷെ പേസ്ട്രീസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സ്ഥലമാണ് കേട്ടോ കോഫി ക്രീം. ഈ സാധനം കിടിലമാണ്. അപ്പൊ നിങ്ങൾ മിസ്സാക്കരുത്. ഈ വഴി പോവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഗേൾസ് ഡേ ഔട്ട്. അപ്പൊ നമ്മുടെ ഹോസ്റ്റൽ പിള്ളേരെയൊക്കെ നിങ്ങൾ പരിചയപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. സീ യു.